ഒരു ഉമ്മയും മകളും കൂടി വന്നു. ആ കുട്ടി ഡിഗ്രിയൊക്കെ കഴിഞ്ഞു, നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. അവർ വന്നിട്ട് ഇങ്ങനെ മുഖത്തൊക്കെ ഒരു കരുവാളിച്ച മുഖമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. കല്യാണം ഉറപ്പിച്ചിട്ട് സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിലൊക്കെ എന്താ ചെയ്യുക? ഒന്ന് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കും, നല്ല കട്ടൽ വാങ്ങും അല്ലേ, വസ്ത്രം വാങ്ങും, ഒരുങ്ങും. നമ്മൾ മുറ്റമൊക്കെ നല്ല വൃത്തിയാക്കി അതിന് വേണ്ടി ഒരുങ്ങൂലേ? പക്ഷേ ഈ കുട്ടിയുടെ വീട്ടിൽ അങ്ങനെ ഒരുങ്ങാനുള്ളൊരു സാഹചര്യമില്ല. ഒരു നിലക്കും ആ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങാൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ ഈ പെൺകുട്ടീനെയും കൂട്ടിയിട്ട് ഈ ഉമ്മ ചില മുതലാളിമാരുടെ വീടുകളിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആ വീടിൻ്റെ പരിസരത്ത് അയൽവാസികളുണ്ട്, പള്ളി കമ്മിറ്റി ഉണ്ട്, അമ്പല കമ്മിറ്റി ഉണ്ട്, പാർട്ടിക്കാരുണ്ട്, സംഘടനക്കാരുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് എന്തേ അവരിങ്ങനെ കയറി ഇറങ്ങേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് കയറി ഇറങ്ങി വരുന്നുണ്ട്? ആരും കണ്ടറിയുന്നില്ല. മോളെ പേരെന്താണ്? അന്ന പറഞ്ഞതാണ് ശരി. ആർക്കും അത് ചിന്തിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കക്കൂസ് കഴുകണ ചേച്ചിമാരെയോ താത്തമാരെയോ നിങ്ങൾക്ക് കാണാൻ പറ്റിയോ? പറ്റിയിട്ടില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റോറി നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ്. അവിടെ വന്നിരുന്ന് അവരിങ്ങനെ പറയാൻ തുടങ്ങി, അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയുടെ ഫാദർ ചെറുപ്പത്തിൽ കടം വന്ന് നാട് വിട്ടു പോകേണ്ടി വന്നു. നാട് വിട്ടു പോയി വയനാട്ടിലെവിടെ പോയി ജോലി ചെയ്തു. എന്നിട്ട് ഈ കുട്ടീനെ കാണണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഇയാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് രാത്രി ഒളിഞ്ഞും പതിഞ്ഞൊക്കെ വരും. എന്നിട്ട് ഈ കുട്ടീനെ കണ്ടിട്ട് തിരിച്ചു പോകും. അങ്ങനെ കടമൊക്കെ ഒരു വീട്ടി നാട്ടിലേക്ക് തിരിച്ച് വന്ന് താമസിക്കാൻ തീരുമാനിച്ചത് സമയത്ത് ഇയാൾക്ക് അസുഖം വന്നു. പിന്നെ ഇയാൾ മരിച്ചു പോവുകയാണ്. എന്നിട്ട് ഈ കുട്ടി ഇങ്ങനെ ഇരുന്നിട്ട് എൻ്റെ മുന്നിലിരുന്നിട്ട് ഇങ്ങനെ തേങ്ങി കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. ശരിക്കും ഞാനും വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയൊരു സമയമാണ്. എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമോ എന്നാണ് ആ കുട്ടി ചോദിച്ചത്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു അവളുടെ കല്യാണം നന്നായി നടത്തണം. അങ്ങനെ തീരുമാനിച്ച് ഇവിടുന്ന് അനൂപേട്ടനും അമീറും വരൊക്കെ പോകുന്നു. ആ വീട് പോയി കാണും. വീടൊക്കെ ഇങ്ങനെ ചോർന്നൊലിക്കുന്ന വീടാണ്, പെയിൻറ്റ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ മക്കളുടെ കല്യാണം നമ്മുടെ വീട്ടിൽ നടത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിച്ചത്. വീടും പരിസരമൊക്കെ വൃത്തിയാക്കാൻ ആളുകളെ ഏൽപ്പിക്കുന്നു, ഭക്ഷണത്തിനുള്ള ആളുകളെ ഏൽപ്പിക്കുന്നു. അപ്പോൾ അവരുടെ കുടുംബത്തിലും ഉള്ള ആളുകളൊക്കെ ആരൊക്കെയോ പുറത്തുനിന്ന് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി വരുന്നു എന്ന് കണ്ടപ്പോൾ അവരൊക്കെ ഇളകാൻ തുടങ്ങി. അപ്പോൾ അവരൊക്കെ വരുന്നു. അപ്പോൾ അവൾക്ക് വസ്ത്രം മേടിക്കാൻ ഏർപ്പാട് ചെയ്യുന്നു. ഏറ്റവും സന്തോഷത്തോടു കൂടി അവളുടെ കല്യാണത്തിലേക്ക് അവൾക്ക് പ്രവേശിക്കാൻ പറ്റുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് നമ്മുടെ പരിസരത്തുള്ള മനുഷ്യരെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ കയ്യും കാലും കണ്ണും ഒന്നും കിട്ടിയതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾ എത്ര കോട്ടിട്ടാലും നിങ്ങൾ എന്തൊക്കെ പഠിച്ചാലും ചുറ്റുമുള്ള ജീവജാലങ്ങളെ കാണാൻ, അവരെ കാണാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതിനെന്താ ചെയ്യുക നമ്മൾ? അത് ഞാൻ പറഞ്ഞു. മുന്നിട്ടിറങ്ങണം. ആദ്യം ചെയ്യേണ്ടത് എന്താ? എങ്ങനെ മുന്നിട്ടിറങ്ങുക? എങ്ങനെ മുന്നിട്ടിറങ്ങുക? എല്ലാവരും പറയണം. എങ്ങനെ മുന്നിട്ടിറങ്ങുക? ആദ്യം നമ്മളെ കാണണം. നമ്മളെ കാണണം. നമ്മളെങ്ങനെ കാണുക? നമ്മളെങ്ങനെ? മോൻ്റെ പേര് പറയും. നിൻ്റെ ഹയാൻ പറയും. എങ്ങനെ നമ്മളെ കാണുക? കണ്ണാടിയിൽ കാണും. വളരെ നല്ല ഉത്തരമാണ്. കണ്ണാടി കാണുമ്പോൾ എന്താ തോന്നൽ? ഹയാനെ കാണുമ്പോൾ എന്താ തോന്നൽ? ഹയാൻ കണ്ണാടിയിൽ എപ്പോഴാണ് നോക്കൽ? രാവിലെ നോക്കും. എന്തിനാണ് നോക്കുന്നത്? മുടി വാരാൻ. പിന്നെയോ ഹയാൻ എപ്പോഴും കണ്ണാടിയിൽ നോക്കിയിട്ട് ഹയാനൊരു ഉമ്മ കൊടുക്കാൻ തോന്നിയിട്ടുണ്ടോ? അതെന്താ തോന്നാത്തത്? ഹയാനെ ഈ തരക്കടില്ലട്ടാന്ന് പറഞ്ഞിട്ടൊരു ഉമ്മ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? പറ്റണം. അതെപ്പോഴാണ് പറ്റുക? നമ്മളെ തിരിച്ചറിയുമ്പോൾ പറ്റും. കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾക്ക് നമ്മളെ തന്നെ പ്രണയിക്കാൻ തോന്നണം. നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നണം.